أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസികളെ, പടച്ചറബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം പുലർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചറബ് നാം ഏവരെയും നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും റബ്ബിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പത്ത് 17 വർഷക്കാലം നാം ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം അത് വിൽപ്പന നടത്തുമ്പോൾ അത് വാങ്ങുന്ന ആളിലേക്ക് അതിൻ്റെ താക്കോൽ ഏൽപ്പിച്ച് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ വാഹനവുമായി അയാളെ യാത്ര പറയുമ്പോൾ 17 വർഷക്കാലം ഞാൻ ഉപയോഗിച്ചിരുന്ന വാഹനം നമ്മളിൽ നിന്ന് കന്മറയുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രയാസവും സങ്കടവും ഒക്കെ ഉണ്ടാകാറുണ്ട്. നാം താമസിച്ചിരുന്ന നമ്മുടെ വീട് സാമ്പത്തികമായ ചില പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ട് വിൽപ്പനക്കാരനിലേക്ക് താക്കോൽ ഏൽപ്പിച്ച് 40 വർഷക്കാലം എൻ്റെ ഉപ്പയോടും ഉമ്മയോടുമൊപ്പം ജീവിച്ചിരുന്ന, ഞാൻ ഓടി നടന്നിരുന്ന എൻ്റെ ഈ വീടും പറമ്പും മറ്റൊരാളിലേക്ക് കൈമാറുമ്പോൾ, ആ വീടും നാടും വിട്ട് യാത്ര പറയുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രയാസങ്ങളും ദുഃഖവും ഉണ്ടാകാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ നിലകൊള്ളുന്ന 10-70 കിലോ ഭാരം വഹിക്കുന്ന ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവിനെ സന്നിവേശിപ്പിച്ച നാഥൻ ഈ ശരീരത്തെ ബാക്കിയാക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവ് യാത്ര പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ തിരുത്തി ശരിയായ കർമ്മങ്ങളിലേക്ക് പോകാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. മീസാൻ എന്ന തുലാസിൽ ഇനി ഒരു സുബ്ഹാനല്ലാഹ് പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ്.
നമ്മുടെ കൺമുന്നിൽ നമ്മളോടൊപ്പം ജുമാ നിർവഹിച്ചിരുന്നവർ, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നവർ, തൊട്ടടുത്ത ദിവസം നമ്മളോടൊപ്പം സഹവസിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നവരിൽ പലരും ആകസ്മികമായി അള്ളാഹുവിലേക്ക് യാത്ര പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ആ ചെറുപ്പക്കാരൻ ഇക്കഴിഞ്ഞ ദിവസം ഞാനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ രോഗങ്ങളൊന്നുമില്ലാത്ത ആ യുവാവ് ചിന്തിച്ചിട്ടുണ്ടാകില്ല, ഇന്ന് സൂര്യാസ്തമനത്തിനു മുമ്പ് എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറയുമെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. പല മരണങ്ങളും നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഇക്കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പ് വയനാട് സ്വദേശിയായിരുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായ സഹോദരൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് മകനെ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി മദ്രസയിലേക്ക് കൊണ്ടാക്കി കൈ കൊടുത്ത് യാത്ര പറയുമ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ വെക്കേഷനിൽ നാട്ടിലേക്ക് പോകുന്നില്ലേ? ഇല്ല, ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല, എനിക്ക് ചില തിരക്കുകളുണ്ട്, ഞാനിനി അടുത്ത വെക്കേഷനിലെ നാട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ ആ സഹോദരൻ വൈകുന്നേരമാകുമ്പോൾ വാർത്താ ചാനലുകളിലൂടെ ആ സഹോദരൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന ചിത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോകും. ഈ ഭൂമിയുടെ മേളിൽ ഓടി നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. എൻ്റെ മക്കളെ നാം വിവാഹം ചെയ്ത് അയച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈസി ചെയറിൽ ചാരിയിരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അപ്പോഴായിരിക്കും നാം മരണപ്പെട്ടു പോകുന്നത് എന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരുപാട് ചിന്തകൾ ഇട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയില്ല എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. നിങ്ങളിൽ ഒരാളും എവിടെ വച്ചാണ്, ഏതു പ്രായത്തിലാണ്, എപ്പോഴാണ്, ഏത് രോഗം വന്നിട്ടാണ്, എങ്ങനെയാണ് മരണപ്പെട്ടു പോകുന്നതെന്ന് നിങ്ങൾക്കൊരാൾക്കും അറിയാൻ കഴിയുകയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ തട്ടി ഉണർത്തുന്നു. അവിടെ നാം എന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ? ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും, എല്ലാ മതവിശ്വാസികൾക്കും, മതനിഷേധികളായ മനുഷ്യർക്ക് പോലും ഉറപ്പുള്ള ഒരു കാര്യമാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും, മരണപ്പെട്ടു പോകേണ്ടി വരും എന്നെല്ലാ മനുഷ്യർക്കും ഉറപ്പാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ അലി റളിയല്ലാഹു അൻഹു തഖ്വയുടെ നിർവചനമായി നമ്മെ ഓർമ്മപ്പെടുത്തിയത് വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മടക്കയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, പാഥേയങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ, നമ്മുടെ പിതാവോ മാതാവോ ഹജ്ജിന് പോകുമ്പോൾ അവിടെ അവർക്ക് ചിലവിന് വേണ്ടുന്ന റിയാലുകളും യാത്രാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. ഒരുപാട് യാത്രകൾക്ക് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ട്. മടങ്ങി നാം നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്ന് എത്തിച്ചേരും. എന്നാൽ ഈ യാത്ര മടങ്ങി വരാത്തൊരു യാത്രയാണ്. നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ആ കിടക്കുന്ന ഓരോ ആത്മാക്കളും വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതാവധി കഴിഞ്ഞു, നിന്റെ അവസരങ്ങളും നിന്റെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കുമാക്കണേ.
ഞങ്ങളുടെ മൊബൈലുകളും ഞങ്ങളുടെ വാഹനങ്ങളുമൊക്കെ തിരക്കു പിടിച്ച ഓട്ടത്തിലായിരുന്നു. ആ ഓട്ടത്തിനിടയിലാണ് അള്ളാഹു നമ്മളെ മടക്കി വിളിച്ചത്. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഈ 6 അടി മണ്ണിലേക്ക് ഞങ്ങൾ ഇതാ നിശബ്ദമായി ഇവിടെ കഴിയുകയാണ്. ഓരോ ആത്മാക്കളും വിളിച്ചു പറയുന്നുണ്ട്. ഓടി നടന്നിരുന്ന പല ചെറുപ്പക്കാരും ആരോഗ്യവാന്മാരായിരുന്ന മനുഷ്യരും മരണം പ്രതീക്ഷിച്ച് വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയുമ്പോ ആരോഗ്യത്തോടെ ഓടി നടക്കുന്ന മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യമുള്ളപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പലതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വിശ്വസിക്കേണ്ടതുപോലെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ. അപ്പൊ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുന്ന, നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന, നമ്മളുടെ പരിശ്രമങ്ങൾ നമ്മുടെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് ഒരു ചെറിയ കാലത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. എന്നാൽ എത്രയെത്രയോ മുസ്ലിം നാമധാരികളായ മനുഷ്യരാണ് അള്ളാഹുവിലും പരലോകത്തിലും അവർ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് മതങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളതുപോലെ ഒരു മതമാണ് ഇസ്ലാമും. നിക്കാഹിന് ഇമാമ് പറയും നീ ഒരു കർച്ചീഫ് ഇട്ടോ. അവിടെ ഒരു നിക്കാഹും ഫാത്തിഹയും ഒരു ദുആയും. ഉപ്പ മരണപ്പെടുമ്പോഴോ ഉമ്മ മരണപ്പെടുമ്പോഴോ ഒരു 3ഉം 10ഉം 40ഉം ഇതൊക്കെയാണ് മതമെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. അതിനപ്പുറം മതനിഷേധികളായിട്ടുള്ള മനുഷ്യർ നമുക്ക് കിട്ടിയ ഈ അവസരങ്ങളും ഈ സമയങ്ങളുമൊക്കെ ദുനിയാവിൽ അടിച്ചും പൊളിച്ചും ജീവിക്കണം, സന്തോഷത്തോടെ ആടിത്തിമർക്കണമെന്ന് പറയുന്ന മതനിഷേധികൾ, അവിടെ നാം ഒന്ന് ചിന്തിക്കേണ്ടത്, അവരോട് നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും. അവരുടെ ശരീരം കറുത്തിരുണ്ട രോമങ്ങൾ വെളുത്ത് നരക്കാൻ തുടങ്ങി. കാലം മുൻപോട്ട് പോകും തോറും ചുറുചുറുക്കുള്ള ശരീരവും ചുക്കിച്ചുളിയാൻ തുടങ്ങുന്നു. അവരുടെ നരമ്പുകളും അവയുടെ അവയവങ്ങളും അവരുടെ ആന്തരിക അവയവങ്ങളും പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുന്നു. അവരുടേതായ പ്രവർത്തനം കൊണ്ടാണിത് ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ എന്തേ അവരുടെ ശരീരത്തിൽ നര ബാധിക്കുന്നത്? അവർ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഹൃദ്രോഗ വിദഗ്ധനായ ഒരു ഡോക്ടർ ഒരു രോഗിയെ സർജറി ചെയ്യാൻ വേണ്ടി സർജറി ഹാളിലേക്ക് കയറുമ്പോ അദ്ദേഹം തന്നെ ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു പോവുകയാണ്. ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് ഒരു രോഗിയായ ഒരു മനുഷ്യൻ ചെല്ലുമ്പോ, ശാരീരികമായ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമായിട്ട് അവിടെ ചെല്ലുമ്പോ, നിന്റെ ജീവിത ശൈലികൾ മാറ്റണം, ഭക്ഷണക്രമമൊന്ന് മാറ്റണം, ആരോഗ്യശീലങ്ങൾ നീ നടത്തണം, രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം നടക്കണം, ഇന്ന രൂപത്തിൽ എക്സസൈസ് ചെയ്യണം, ഇന്ന രൂപത്തിലാണ് നീ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ രോഗി അക്ഷരാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളും. എനിക്ക് ഇനിയും കുറെ നാൾ ഈ ഭൂമിയിൽ ജീവിക്കണം, ആരോഗ്യത്തോടെ ജീവിക്കണം, ഇനിയും സമ്പാദ്യങ്ങൾ വാരിക്കൂട്ടണം. ഡോക്ടർ പറയുന്നത് പോലെ 6 മണിക്ക് എണീറ്റ് നടക്കാൻ പറഞ്ഞാൽ 5 മണിക്ക് എഴുന്നേറ്റവൻ നടക്കാൻ തുടങ്ങും. ആ നടക്കുന്നതിനിടയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഹയ്യാലൽ ഫലാഹ്, നീ വിജയത്തിലേക്ക് വാ, ഇവിടെ താൽക്കാലികമാണ് നിന്റെ ജീവിതം. ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് നിനക്ക് ഈ ജീവിതം നൽകിയ സൃഷ്ടാവിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ച് വിനയാന്യതായ അള്ളാഹുവിന്റെ മുന്നിൽ കീഴൊതുങ്ങിയാൽ നിനക്ക് വിജയിക്കാം, സന്തോഷകരമായി ലോകത്ത് നിന്ന് വിട പറയാം എന്ന് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോ, ആരോഗ്യകരമായ ജീവിതം എങ്ങനെ എന്നൊരു ഡോക്ടർ പറഞ്ഞതുപോലെ
അത് കൃത്യമായി അയാളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോ അള്ളാഹു പറയുന്നത് നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ. എത്ര തന്നെ ആരോഗ്യവാന്മാരായ മനുഷ്യരാണെങ്കിലും, കുട്ടിയാണെങ്കിലും, അതുപോലെ തന്നെ നല്ല ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിലും, ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യരെ നിങ്ങൾ ഓടിയകലാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. നമ്മുടെ മരണത്തെക്കുറിച്ച്, നമ്മുടെ വിയോഗത്തെക്കുറിച്ച്, നമ്മുടെ മരണവാർത്ത എറിഞ്ഞ് നമ്മുടെ വീടിന്റെ ഉമ്മറത്തൊരു ടാർപോളിൻ കെട്ടി നമ്മുടെ അയൽവാസികളും കുടുംബ ബന്ധുക്കളും ഒക്കെ ഇരിക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ കർമ്മപുസ്തകം അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് യാത്ര പറയുന്നതിനെ കുറിച്ച്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ വാട്സാപ്പിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മുടെ മരണവാർത്തകൾ വരുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെയാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യരെ നിങ്ങൾ ഓടിയകലാൻ ശ്രമിക്കുന്നത്, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആ ദിനം വരുമ്പോ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും. എല്ലാം അറിയുന്നവനായ റബ്ബിലേക്കാണ് നിങ്ങളെ മടക്കപ്പെടുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആ വേദനയുടെ അനുഭവം പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മറ്റു പലരുടെയും വേദന നമ്മെ സങ്കടപ്പെടുത്താറും പ്രയാസപ്പെടുത്താറുമുണ്ട്. ഭാര്യയുടെ പ്രസവ വേദന ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുമ്പോ, ഭാര്യ പ്രസവ വേദന കൊണ്ട് വിളിക്കുമ്പോഴും തൊട്ടടുത്ത് കേൾക്കുന്ന നമ്മള് വല്ലാതെ പ്രയാസപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യാറുണ്ട്. പല വേദനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ മരണവേദന എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ ഇതുവരെ ഒരാൾക്കും, ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ആയിഷ, ഇന്ന ലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. നമ്മുടെ ഉമ്മ മരണപ്പെടുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉപ്പ മരണപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും മരണപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായ പലരും മരണപ്പെടുന്നത് വീഡിയോകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന്, അവരുടെ ആത്മാവ് ഏത് ലോകത്തേക്കാണ് പോകുന്നതെന്ന് ഒരാൾക്കും എങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയത്, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എന്നെ നീ സഹായിക്കണമേ, അലാ സക്കറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദന നീ എനിക്ക് ലഘൂകരിച്ചു തരണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോ രണ്ട് രൂപത്തിലുള്ള മരണമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട് രൂപത്തിലുള്ള മരണമാണ് സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോ റബ്ബിനെ കാണാനുള്ള ആഗ്രഹവും കൊതിയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തി, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഹബ്ബല്ലാഹ ലിഖാഅഹു, അവനെ കാണാൻ അല്ലാഹുവും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോകത്ത് പലരും എന്നെ ഒഴിവാക്കിയപ്പോ, പല പ്രതിസന്ധികളിലും എന്നെ പലരും തളർത്തിയപ്പോ, എന്നെ ചേർത്തു പിടിച്ച എന്റെ റബ്ബിനെ കാണാനുള്ള കൊതി ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അലയടിക്കും.
അങ്ങനെ റബ്ബിനെ കാണാൻ കൊതിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹുവും ആ മനുഷ്യനെ കാണാൻ കൊതിക്കുന്നുണ്ട്. ഒമൻ കരിഹ ലിഖാ അല്ലാഹ്, ഒരുവൻ അള്ളാഹുവിനെ കാണാൻ വെറുക്കുന്നുവെങ്കിൽ കരിഹ അല്ലാഹ ലിഖാഅഹു, അവനെ കാണാൻ അള്ളാഹുവും വെറുക്കുന്നുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ നമുക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ വലിയ ആഗ്രഹമാണ് റസൂലേ. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാണ് പ്രവാചകരെ. മരണത്തെ ഞങ്ങൾക്ക് വല്ലാത്ത വെറുപ്പും പേടിയുമാണ്. ആ പേടിയും ആ ഭയവും അള്ളാഹുവിനെ കാണുന്നതിനോടുള്ള അകൽച്ച വന്നു പോകുമോ എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ലൈസ ദാക, കാര്യം അങ്ങനെയല്ല ആയിഷ. വലാകിന്നൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഇദാ ഹളറഹുൽ മൗത്ത്, മരണം അയാൾക്ക് എത്തിച്ചേരുമ്പോ, മരണത്തിന്റെ സമയമാകുമ്പോ, ബുശ്ശിറ ബിഹി റിളവാനില്ലാഹി വ കറാമാതിഹി, അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ടും അല്ലാഹുവിന്റെ അടുപ്പം കൊണ്ടും അവനിൽ അല്ലാഹുവിന്റെ അടുപ്പം കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. അഥവാ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനിൽ അല്ലാഹുവിന്റെ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. നീ ഭയപ്പെടണ്ട, നീ വ്യസനിക്കണ്ട. മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ചുറ്റും കൂടി തന്റെ പിതാവിന്, തന്റെ മകന്, തന്റെ പ്രിയതമയ്ക്ക് യാത്ര പറയുന്ന അവസാന ഒരുക്കത്തിലും മലക്കുകൾ അവനെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ എന്ന് മലക്കുകൾ അവനെ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്നൊരു സത്യനിഷേധിയായ കാഫിറായ മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അർത്തി, വൈന്നൽ കാഫിറ, ഒരു സത്യനിഷേധിയായ മനുഷ്യൻ അള്ളാഹുവിനെയും പരലോകത്തെയും നിഷേധിച്ച് ജീവിതത്തെ ശരിയായ രൂപത്തിൽ കെട്ടിപ്പടുക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇദാ ഹുളിറ, അവനിലേക്ക് മരണം എത്തുമ്പോ, മരണത്തിന്റെ സമയമാകുമ്പോ, ബുശ്ശിറ ബിഅദാബില്ലാഹി വഉഖൂബതിഹി, അള്ളാഹുവിന്റെ അദാബ് കൊണ്ടും റബ്ബിന്റെ കോപം കൊണ്ടും അവന് മുന്നറിയിപ്പ് നൽകുന്നതാണ്. രണ്ട് രൂപത്തിലാണ് ഒരു സത്യവിശ്വാസിയുടെ മരണവും സത്യനിഷേധിയുടെ മരണവും. ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, ആ അവസാന നിമിഷം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് തന്നെ എനിക്കെന്നെ നഷ്ടപ്പെട്ടുവോ, എനിക്കെന്നെ മടക്കി കിട്ടിയോ, എന്റെ ജീവിതം ധന്യമായോ, എന്റെ പരിശ്രമങ്ങളും എന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും പ്രയോജനപ്പെട്ടോ, അതോ ഞാൻ പരാജിതനാണോ എന്ന് മരണസമയത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും സഹോദരങ്ങളെ. ആ മരണസമയത്ത് സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂല് തന്റെ മകളായ ഫാത്തുമയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മോളെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഉപ്പയ്ക്കിനി ഒരു ദുഃഖവും പ്രയാസവുമില്ല, അണപ്പല്ലുകൾ പുറത്തു കാണുമാറ് പ്രവാചകൻ സന്തോഷിച്ചതുപോലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് സന്തോഷിച്ചതുപോലെ, വിശ്വാസികൾ സന്തോഷിച്ചതുപോലെ നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയണം സഹോദരങ്ങളെ. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു സത്യനിഷേധി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അയാളുടെ ദുരിതത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും റബ്ബ് നമ്മെ സൂറത്തുൽ ഖിയാമയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോ, രാവിലെ യാത്ര തിരിച്ചതാണ്, യാത്രക്കിടയിൽ ഒരു ശാരീരികമായ വേദന അനുഭവപ്പെട്ടു. ആ വേദന അവന്റെ ആത്മാവ് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോ വക്കീൽ അയാളോട് ചോദിക്കപ്പെടും, മൻ റാഖ്, ആരാണ് നിന്നെ റുഖിയ നടത്താൻ, ആരാണ് നിന്നെ ചികിത്സിക്കാൻ, നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ആത്മാവിനെ ഞാനിതാ പിടിച്ചെടുക്കാൻ പോകുന്നു, നിന്റെ സമയവും നിന്റെ സന്ദർഭവും എത്തി, മൻ റുഖിയ, ആരാണ് നിന്നെ ചികിത്സിക്കാൻ, ഏത് മൾട്ടി ഇന്റർനാഷണൽ ഹോസ്പിറ്റലുകൾക്കാണ് നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ നിന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുക? ആ സമയത്ത് ആ സഹോദരന് മനസ്സിലാവും
എൻ്റെ പ്രിയതമയിൽ നിന്ന്, എൻ്റെ പ്രിയ മക്കളിൽ നിന്ന്, എൻ്റെ ബിസിനസ്സിൽ നിന്ന്, ഞാൻ ജീവിച്ച ഈ ലോകത്ത് നിന്ന് ഫിറാഖാവുകയാണ്, ഞാൻ യാത്ര പറയുകയാണ്. മരണത്തിന്റെ സമയത്ത് അവന്റെ കണങ്കാലുകൾ കണങ്കാലിനോടൊന്ന് കൂടിപ്പിണയുകയും ചെയ്താൽ അയാളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ ലോകത്ത് ഏതു മനുഷ്യർ മരണപ്പെട്ടാലും, ഏത് മതവിശ്വാസികൾ മരണപ്പെട്ടാലും, ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, ആത്മാവിനെ തൊളിച്ചു കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ അടുത്തേക്കാണ്. ഈ ലോകത്താരാണോ ആ മനുഷ്യനെ ജീവിപ്പിച്ചത്, ആ റബ്ബിന്റെ അടുക്കലേക്കാണ്. ആ സമയത്ത് ഓരോ മനുഷ്യനും ബോധ്യപ്പെടും ഈ ലോകത്തിന്റെ നാഥൻ ഏകനായ ആ റബ്ബായിരുന്നുവെന്ന്, ആ അല്ലാഹുവാണ് ആയിരുന്നുവെന്ന്. ആ സമയത്ത് അത് പറഞ്ഞതുകൊണ്ട്, ആ സമയത്ത് അത് വിശ്വസിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല സഹോദരങ്ങളെ. ഫലാ സദ്ദഖ വലാ സ്വല്ല. അയാൾ ശരിയായ രൂപത്തിൽ വിശ്വസിച്ചിട്ടില്ല, അയാൾ ശരിയായ രൂപത്തിൽ ദാനധർമ്മങ്ങളും നമസ്കാരവും നിർവഹിച്ചിട്ടില്ല. വലാകിൻ കദ്ദബ വതവല്ല. അയാൾ ഈ സത്യത്തെ കളവാക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. ഖുതുബകളിലൂടെ, ഖുർആൻ ക്ലാസുകളിലൂടെ, ഖുർആനിന്റെ വചനങ്ങളിലൂടെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. പക്ഷേ വലാകിൻ കദ്ദബ വതവല്ല, എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നില്ലല്ലോ, എനിക്കത് ബോധ്യപ്പെടുന്നില്ലല്ലോ, അതൊക്കെ കളവാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ച് അതിനെ തള്ളിക്കളഞ്ഞു. അവന്റെ കുടുംബത്തിലേക്ക് അവൻ ദുരഭിമാനിയായിക്കൊണ്ട് എനിക്കെല്ലാത്തിനും കഴിവായവനാണ് എന്ന രൂപത്തിൽ അവന്റെ കുടുംബത്തിലേക്ക് ദുരഭിമാനിയായി കൊണ്ട് അവൻ കടന്നുപോയി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അവന് അർഹമായതാണ്. ഇത്തരമൊരു ദുരന്തവും ഇത്തരമൊരു പര്യാവസാനവും ഇത്തരമൊരു പരിണിതിയും അവൻ അർഹമായതാണ്, അവന് കിട്ടേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോ സൂറത്തുൽ ഖിയാമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ദുരന്തപൂർണമായ ഒരു മരണം നമ്മളിലേക്ക് സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ സങ്കടപ്പെടാതിരിക്കാൻ, ആത്മാവ് വേർപെടുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനകളും നീറ്റലുകളും സങ്കടങ്ങളും കൊണ്ട് എനിക്കെന്നെ നഷ്ടപ്പെട്ടുവല്ലോ എന്ന പ്രയാസം നമ്മളിലേക്ക് സംഭവിക്കാതിരിക്കാൻ നാം എന്ത് ചെയ്യണം സഹോദരങ്ങളെ? അതിനൊന്നാമത് വേണ്ടത് ശരിയായ വിശ്വാസമാണ്, നമ്മുടെ ശരിയായ അഖീദയാണ്. ആ അഖീദ അനുസരിച്ചിട്ടുള്ള ജീവിതമാണ്. അതാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഓരോ മനുഷ്യരും അല്ലാഹുവിലേക്ക് യാത്രയാകും. റബ്ബിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തത്തോടും കൂടി അവനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഅമൽ അമലൻ സ്വലിഹാ, നല്ല കർമ്മങ്ങൾ അയാൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. എങ്ങനെയാണ് സഹോദരങ്ങളെ ആ നല്ല കർമ്മങ്ങൾ? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ. നമ്മുടെയൊക്കെ പല മസ്ജിദുകൾക്കും സമീപം തൊട്ടടുത്ത് പച്ചപ്പ് വിരിച്ച ഖബറുകളും മഖബകളും മഖാമുകളും ഉണ്ടാകും. അവിടെ ചെന്ന് അവിടത്തോടല്ല സഹായം തേടേണ്ടത്. SSLC പരീക്ഷയാണ് മോനെ, ആ മഖാമിലേക്ക് ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കേ എന്ന് പറയുന്ന ശിർക്കൻ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അത്തരം വിഗ്രഹാരാധനകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ശരിയായ വിശ്വാസം ഉൾക്കൊള്ളണമെന്നാണ് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ അന്ത്യം ശരിയായ രൂപത്തിലാകണമെങ്കിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, ഒന്നിനെയും റബ്ബിനോട് സമന്മാരായി ചേർക്കാതിരിക്കുക. നമ്മുടെ അന്ത്യം മോശമാകാതിരിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഒരുപാട് കാലം ഇബാദത്തുകളിലും ആരാധനകളിലും കഴിഞ്ഞ 2-3 ഹജ്ജ് കഴിഞ്ഞൊരു സഹോദരൻ രോഗത്തിന്റെയും പ്രതിസന്ധിയുടെയും സന്ദർഭത്തിൽ വേദന പിടിച്ചു നിൽക്കാൻ കഴിയാതെ വേനൽ കെട്ടിത്തൂങ്ങി മരിക്കുമ്പോ എവിടെയാണ് സഹോദരങ്ങളെ അയാളുടെ വിശ്വാസം? എന്ത് പരലോകമാണ് അയാൾക്ക് കിട്ടിയിട്ടുള്ളത്? റസൂലിനോടൊപ്പം യുദ്ധരംഗങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു അനുചരൻ ശക്തമായ ഒരു കുത്ത് ശത്രുവിൽ നിന്ന് കിട്ടിയപ്പോ തന്റെ വാള് മണൽപ്പരപ്പിലേക്ക് കുത്തിയിറക്കിയിട്ട് തന്റെ നെഞ്ചകം കാട്ടി ആത്മഹൂതി ചെയ്ത ആ മനുഷ്യൻ എന്ത് പരലോകമാണുള്ളത്?